വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു എഫ് ടൈപ്പ് പാറ്റേൺ ആണ് നോക്കാൻ പോകുന്നത്. പലരും മെസ്സേജ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസിന്റെ ഒക്കെ കമന്റ് ആയിട്ടൊക്കെ ഈ ഒരു പാറ്റേൺ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ കണ്ടെത്തുന്നത്, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് കോഡ് ചെയ്യാം എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഞങ്ങൾ പഠിക്കുന്ന ടൈം ആയാലും ഫുമിഗേഷൻ അറ്റൻഡ് ചെയ്യുന്ന ടൈമിലൊക്കെ ഈ ഒരു പാറ്റേൺ എന്ത് ചെയ്തു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പലർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ 3 രീതിയിൽ തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് എന്ത് ചെയ്തിട്ടുണ്ട്, യെല്ലോ കളറിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടില്ല. ഇവിടെ വരുന്ന ആദ്യത്തെ ലൈനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യത്തെ റോയില് 2 പാറ്റേൺ സ്റ്റാർ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിന്റ് ചെയ്തിട്ടുണ്ട്. 2 കോളങ്ങളിലായിട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് വരുമ്പോ എത്രയാ, 4 കോളത്തിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ റിപ്പീറ്റ് ആയിട്ട് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് എത്രയാ, 6 കോളത്തിൽ പ്രിന്റ് ചെയ്യുന്നുണ്ട്. അത് തന്നെ 3 പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സെയിം 6 ലൈനിൽ പ്രിന്റ് ചെയ്യുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, 6 കോളത്തിൽ പ്രിന്റ് ചെയ്യുന്നത് 3 ലൈനിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ലോജിക്കായിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ ഇതിനെ ഞാൻ 3 പ്രാവശ്യം എന്ത് ചെയ്യാം, മെയിൻ ഫോർ ലൂപ്പിനെ റൺ ചെയ്തുകൊണ്ട് ഇതിന് ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പൊ അത് എങ്ങനെ പ്രോഗ്രാമിൽ ചെയ്യാൻ നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു മെയിൻ ഫോർ ലൂപ്പ്, അതിന് വേണ്ടിയിട്ട് ഒരു ഇന്റ് ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുക്കുന്നു. നെക്സ്റ്റ് നമ്മുടെ മെയിൻ ഫോർ ലൂപ്പ്, അതിന്റെ വാല്യൂ ഞാൻ 1ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ 0ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈക്വൽ എന്ന് കൊടുക്കണ്ട, ഈക്വൽ കൊടുക്കണ്ട. ഓക്കെ, ഐ ലെസ് ദാൻ ഏത് വരാ, ഈക്വൽ ടു ഞാൻ ഇവിടെ 3 എന്ന് കൊടുക്കുക. കാരണം 3 പ്രാവശ്യം വരെ നമ്മുടെ മെയിൻ ഫോർ ലൂപ്പ് ഞാൻ റൺ ചെയ്യിക്കുന്നുള്ളൂ. ഇനി ഐന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്തായി, ആ ഒരു ലോജിക്കായി. അതായത് 3 പ്രാവശ്യം നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വരാനുള്ള ഒരു ഇത്. ഇനി അതിനകത്ത് ഏതൊക്കെ പ്രിന്റ് ചെയ്യിക്കണം എന്നുള്ള കാര്യമൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്നർ ലൂപ്പാണ്. ഓക്കെ, അപ്പൊ ഇന്നർ ലൂപ്പ് ഫോർ ലൂപ്പ് നമുക്ക് എന്ത് ചെയ്യാം, കെ എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുക്കുക. അപ്പൊ അതിനെ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് ഡിക്ലെയർ ചെയ്യാം. കെ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കെന്റെ വാല്യൂ ഞാൻ എന്ത് ചെയ്യാം, 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ കെ ലെസ് ദാൻ ഏത് വരാം, ഇവിടെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നോക്കുന്നത് എത്ര കോളത്തിൽ നമുക്ക് പ്രിന്റ് ചെയ്യിക്കണം. ആദ്യം 2, പിന്നെ 4, പിന്നെ 6. ഓക്കെ, ഈ ഒരു രീതിയിൽ പ്രിന്റ് ചെയ്യിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, കോൾ എന്ന് പറയുന്ന ഞാനൊരു വേരിയബിൾ യൂസ് ചെയ്യാണ്. അപ്പൊ ഈ കോൾ എന്ന് പറയുന്ന വേരിയബിളിന്റെ ആദ്യം നമുക്ക് വേണ്ടത് 2 ആണ്. ഓക്കെ, 2 കോളത്തിലാണ് ആദ്യം പ്രിന്റ് ചെയ്യേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് വീഡിയോ ശ്രദ്ധിച്ചു നോക്കുക. ഓക്കെ, കോൾ എന്ന് പറയുന്ന വാല്യൂ എന്ത് ചെയ്ത് 2 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ നമ്മുടെ ഇന്നർ ഫോർ ലൂപ്പ് എത്ര പ്രാവശ്യം വർക്ക് ചെയ്യും, 2 പ്രാവശ്യം. ഓക്കെ, ഇപ്പോ കോളിന്റെ വാല്യൂ ഇത് കൊടുത്ത് ഇനി കെന്റെ എന്ത് ചെയ്യുക, ഇൻക്രിമെന്റ് ചെയ്യുക. ഇനി ഇതിനകത്ത് പ്രിന്റ്എഫില് സ്റ്റാർ കൊടുക്കുന്നു, എന്ത് ചെയ്യുക, സ്പേസ് ഇടാം. ഇനി ഈ ഒരു ഫോർ ലൂപ്പ് നമ്മൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ്എഫില് ന്യൂ ലൈനിലോട്ട് മൂവ് ചെയ്യാനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ലൈനിൽ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നതെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, റൺ ചെയ്യാൻ പോണേ. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ സ്റ്റാർ ആണ് നമുക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ കോളിന്റെ വാല്യൂ എത്രയാണ്, 2. ഇവിടെ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൊടുത്തിട്ടില്ല. അപ്പോ അതുകൂടി ശ്രദ്ധിക്കണം. ഇപ്പൊ നമുക്ക് കണ്ടോ 2 പ്രാവശ്യമായിട്ടാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഈ 2 എന്ന് വന്നുള്ളത് ഇനി 4, 6 എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ആക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയ വേരിയബിൾ ഒന്നും കൊടുക്കണ്ട. നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള വേരിയബിളിന്റെ കൂടെ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് /n കൊടുത്തതിന് താഴെ കൊടുക്കാം. പ്രിന്റ്എഫില് ഇവിടെ പ്രിന്റ്എഫിലല്ല, നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആഡ് ചെയ്യാനാണ്. അപ്പൊ കോൾ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട് നമ്മൾ ഇതിൽ ഓൾറെഡി, അതിന്റെ കൂടെ പ്ലസ് അസൈൻ. പലർക്കും എന്താണ് ഡൗട്ട് ഒക്കെ വരുന്നുണ്ട്, കോൾ പ്ലസ് അസൈൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്, കോളില് അതായത് കോൾ എന്ന് പറയുന്ന വേരിയബിൾ എത്രയാണോ ഓൾറെഡി ഉണ്ടായിരുന്ന വാല്യൂ അതിന്റെ കൂടെ 2 ആഡ് ചെയ്യാണ്. ഇപ്പൊ കോൾ അസൈൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, കോൾ +2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, സെയിം തന്നെയാണ്. ഓക്കെ, ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ കിട്ടിയത് കണ്ടോ, ഈ ഒരു സ്റ്റെപ്പ് മാറിയതുണ്ടോ, 2, 4, 6 എന്നുള്ള രീതിയിലായി. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇനി മാറ്റി. ഇങ്ങനെയാണ് നിങ്ങൾ ഓരോ എന്ത് ചെയ്യേണ്ടത്, ലോജിക്കായിട്ട് ചിന്തിക്കേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ 2, 4, 6 എന്നുള്ളത് 2 ഒറ്റ പ്രാവശ്യം തന്നെ മതി. പക്ഷെ 4 എന്ത് ചെയ്യണം, 2 പ്രാവശ്യം പ്രിന്റ് ചെയ്യിക്കണം. അതുപോലെ തന്നെ 6 വരുമ്പോൾ 6നെ 3 പ്രാവശ്യം പ്രിന്റ് ചെയ്യിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഈ ഇന്നർ ഫോർ ലൂപ്പാണ് നമുക്ക് ഈ ഒരു രീതിയിൽ പ്രിന്റ് ചെയ്ത് തരുന്നത്.
അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും എന്ത് ചെയ്യണം, റിപ്പീറ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിന്റെ തൊട്ട് മുകളിലായിട്ട് ഞാൻ എന്ത് ചെയ്യുക, വേറൊരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതിന് ഞാൻ ജെ എന്ന വേരിയബിൾ കൊടുക്കാണ്. ഓക്കെ, ജെ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിട്ടില്ല, അപ്പൊ ഇവിടെ ജെനെ കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ജെന്റെ വാല്യൂ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര പ്രാവശ്യമാണ് വേണ്ടത് എന്നാണ്. ആദ്യത്തെ കേസിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം മതി, അതായത് ആ 2 സ്റ്റാർ ആ ഒറ്റ തവണ പ്രിന്റ് ചെയ്താൽ മതി. പിന്നെ വരുമ്പോ 4 വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, 2 പ്രാവശ്യം വേണ്ടത്. അതുപോലെ തന്നെ 6 വരുമ്പോഴാണ് 3 പ്രാവശ്യം വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മെയിൻ ഫോർ ലൂപ്പ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പൊ അതിന്റെ വാല്യൂ ആദ്യം 1 ആയിരിക്കും, പിന്നെ അതിന്റെ വാല്യൂ 2 ആയിരിക്കും, പിന്നെ 3 ആയിരിക്കും, ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോ നമ്മൾ ഇവിടെ എന്ത് യൂസ് ചെയ്താൽ മതി, ഐ എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ജെന്റെ ലൂപ്പ് എന്ത് ചെയ്യാം, നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു താഴെയുള്ള ഫോർ ലൂപ്പും അതുപോലെ തന്നെ സ്ലാഷ് എന്നൊക്കെ ഉണ്ടാവും, ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ തൊട്ട് മുകളിലുള്ള ഫോർ ലൂപ്പിലോട്ട് ഇടാം. ഓക്കെ, ഇപ്പോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നേരെ അതിന്റെ തൊട്ട് മുകളിലുള്ള ഫോർ ലൂപ്പിലാണ് നമ്മളിപ്പോ അതിനെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കിയാൽ മതി. എന്നിട്ട് അതിന്റെ ശേഷം ആ മെയിൻ ഫോർ ലൂപ്പ് റൺ ചെയ്തതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക, 2 ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം നമുക്ക്. കണ്ടോ, ഇപ്പോ ആദ്യം എന്ത് ചെയ്തു, 2 സ്റ്റാർ പ്രിന്റ് ചെയ്തു, പിന്നെ 4 സ്റ്റാർ പ്രിന്റ് ചെയ്തു. ആ 4 സ്റ്റാർ തന്നെ എന്ത് ചെയ്തു, റിപ്പീറ്റ് ആയിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി വന്നു. പിന്നെ 6 സ്റ്റാർ പ്രിന്റ് ചെയ്തു, ഈ 6 തന്നെ എന്ത് ചെയ്തു, വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വന്നു. ഇത് എങ്ങനെ വന്നു മനസ്സിലായില്ലേ? കാരണം ഈ ഐന്റെ അതുവരെ നമ്മൾ വീണ്ടും ഒരു ഫോർ ലൂപ്പിന് അകത്താണ് ഇതിനെ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇനി നമുക്ക് സിമ്പിൾ ആണ്, ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് ഇതിനൊക്കെ ഉള്ളിൽ എന്ത് ചെയ്യണം, ഓരോ സ്റ്റാർ വീതം പ്രിന്റ് ചെയ്യിക്കണം. അപ്പൊ അതിനെന്താ ചെയ്യാ, അപ്പോ ഇതൊക്കെ പ്രിന്റ് ചെയ്തതിന് ശേഷം, അപ്പൊ ഈ ഒരു ഇന്നർ ഫോർ ലൂപ്പ് 2 പ്രാവശ്യം പ്രിന്റ് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ വന്നിട്ടാണ് അതിന്റെ എന്ത് ചെയ്യുന്നത്, കൂടെ 2 എണ്ണം ആഡ് ചെയ്യുന്നത്. അപ്പോ ഇതിന്റെയും താഴെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിയും കോഡ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു 2 എണ്ണം സ്റ്റാർ പ്രിന്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിന്റെ താഴെ വന്നിട്ട് കോഡ് എഴുതിയാലും മതി. അപ്പൊ ഇവിടെ ഞാൻ കൊടുക്കാണ്, വേറൊരു ഫോർ ലൂപ്പ് കൊടുക്കാണ്. ഈ ഫോർ ലൂപ്പിൽ പുതിയൊരു വേരിയബിൾ വേണ്ട, നമുക്ക് ഓൾറെഡി ഉള്ള വേരിയബിൾ യൂസ് ചെയ്യാൻ വേണമെങ്കിൽ കെന്റെ വാല്യൂ കെ എന്ന് തന്നെ കൊടുക്കാം. കെന്റെ വാല്യൂ ഞാൻ എന്ത് ചെയ്യാം, 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇനി കെ ലെസ് ദാൻ ഏത് വരെ, 3 വരെ. അല്ലെങ്കിൽ നിങ്ങൾ 1ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഈക്വൽ ടു എന്ന് കൊടുത്താൽ മതി കേട്ടോ. കെ പ്ലസ് പ്ലസ്. ഇവിടെ നമുക്ക് പ്രിന്റ് എഫിൽ എന്ത് ചെയ്യാം, ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്യിക്കുക. ഈ സ്റ്റാർ പ്രിന്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നേരെ നമുക്ക് പിന്നെ സ്പേസ് ഒന്നും പ്രിന്റ് ചെയ്യിക്കണ്ട, നേരെ താഴോട്ട് വരണം നെക്സ്റ്റ് ലൈനിലോട്ട്. ഓക്കെ, ഇവിടെ ഞാൻ 3 എന്ന് കൊടുത്ത് 0 മുതൽ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ 1 എന്ന് തന്നെ കൊടുക്കാം. 1 മുതൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോ ഇങ്ങനെ പ്രിന്റ് എഫിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്യും, പിന്നെ താഴോട്ട് വരും, പിന്നെ എന്ത് ചെയ്യും, ഈ ലൂപ്പ് 3 പ്രാവശ്യം റൺ ചെയ്യും, എന്നിട്ട് 3 സ്റ്റാർ താഴോട്ട് പ്രിന്റ് ചെയ്യിക്കും. ഓക്കെ, പക്ഷെ ഇവിടെ വേറൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിവിടെ ബ്ലോക്ക് ഒന്നും ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ 6 സ്റ്റാർ പ്രിന്റ് ചെയ്തതിന് ശേഷം അതിന്റെ എൻഡിങ്ങിലും എന്ത് ചെയ്യും, 3 പ്രാവശ്യം എന്ത് ചെയ്യും, സ്റ്റാർ പ്രിന്റ് ചെയ്യും. നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 സ്റ്റാർ ആദ്യം പ്രിന്റ് ചെയ്തു, പിന്നെ ഒരു 3 എണ്ണം താഴോട്ട് പ്രിന്റ് ചെയ്തിട്ട് പിന്നെയാണ് നമ്മുടെ 4 എണ്ണം കാണിക്കുന്നത്. പിന്നെ ഇത് എങ്ങനെ സംഭവിക്കുന്നത് മനസ്സിലായില്ലേ? നമ്മുടെ കോളിന്റെ വാല്യൂ എന്ത് ചെയ്യാണ്, നമ്മൾ 2 എണ്ണം വീതം ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു മെയിൻ 2 ഫോർ ലൂപ്പ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോ ഈ 3 സ്റ്റാർ താഴോട്ട് പ്രിന്റ് ചെയ്തതിന് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക, ഈ 3 എണ്ണം പ്രിന്റ് ചെയ്യിക്കാൻ നമ്മൾ ഏതാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കുക. അപ്പൊ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഈ താഴെയുള്ള ഫോർ ലൂപ്പ്. ഈ ഫോർ ലൂപ്പിനെ നമ്മൾ എത്ര എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. അതായത് ഐന്റെ വാല്യൂ നമ്മൾ 1 ആണ്, അതുപോലെ തന്നെ 3 ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ബ്ലോക്ക് ചെയ്യാം. ഓക്കെ, ഐ ഈക്വൽ ടു 3 ആണോ നോക്കാം. 3 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് ചെയ്യാം. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പൊ നമുക്ക് കറക്റ്റ് നമ്മൾ ഏത് പാറ്റേൺ ആണോ ഉദ്ദേശിച്ചത് സെയിം പാറ്റേൺ നമുക്ക് കിട്ടിയില്ലേ. അപ്പൊ ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒന്നുകൂടി സിമ്പിൾ ആക്കാട്ടോ. ഇപ്പോ ഒറ്റ ലൈനുള്ള കോഡ് എങ്കിൽ നിങ്ങൾ ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രിന്റ് എഫ് ഫോറിൽ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ചുരുക്കുന്ന രീതിയിൽ മനസ്സിലായി തരാം. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഇനി ജസ്റ്റ് ഒന്ന് റണ്ണിങ് ആണോ നോക്കാം. കണ്ടോ, ഇപ്പോഴും ഇത് വർക്കിംഗ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ മുകളിലുള്ള ഫോർ ലൂപ്പില്ലേ, ഇപ്പൊ ഈ ഒരു ഫോർ ലൂപ്പ് കണ്ടോ,
ഈ കെ അസൈൻ 1 കെ ലെസ് ദാൻ ഈക്വൽ ടു കോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഈ ഒരു ഫോർ ലൂപ്പിനകത്ത് ഒറ്റ പ്രിന്റ് എഫ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അതിന്റെ കർലി ബ്രാക്കറ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അല്ലാതെ തന്നെ നമുക്ക് റണ്ണിങ് ആക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ലൈൻ ഓഫ് കോഡ് വേണമെങ്കിൽ നമുക്ക് കുറക്കാൻ പറ്റും. ഓക്കെ, അത്രയും കോഡ് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ പലർക്കും എന്ത് ഉണ്ടാവും, ഡൗട്ട് ഉണ്ടാവും, ഈ താഴെ പ്രിന്റ് എഫും കൂടി എന്താണ് ഇതിന്റെ ആണെന്ന് അങ്ങനെ ഡൗട്ട് ഉണ്ട്. കാരണം നമ്മൾ കർലി ബ്രാക്കറ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒറ്റ ലൈൻ ഓഫ് കോഡ് മാത്രമായിരിക്കും അതിൽ റൺ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ റൺ ചെയ്ത് നോക്കാം. ഇപ്പോഴും സെയിം ഔട്ട്പുട്ട് തന്നെയാണ്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുണ്ടോ? ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, പല രീതിയിലും ഇത് എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഡൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ അറിയിക്കുക. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാം, മറ്റുള്ളവർക്കും ഈ ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ആയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളിപ്പോ പല കമന്റ്സിലും പല സ്റ്റാറും പാറ്റേൺ ഒക്കെ നിങ്ങൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നോട്ട് ചെയ്യുന്നുണ്ട്, എന്തുണ്ട്, ഫേവറേറ്റ് ആയിട്ട് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഫ്രീ ടൈമിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺസ് ഒക്കെ എന്ത് ചെയ്യും, ഫ്രീ ആകുമ്പോൾ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്യും. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സീ യു.